എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിർബന്ധമായിട്ടും ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത്. വിവരങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും ചെയ്യണം. സെപ്റ്റംബർ 30 വരെ അതിനുള്ള സമയമുണ്ട്. അതിനുള്ളിൽ എല്ലാവരും മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കേണ്ടതാണ്. കിടപ്പ് രോഗികളാണ് എങ്കിൽ അക്ഷയയിലോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിലോ ഈ വിവരം അറിയിച്ചാൽ അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കും. അക്ഷയയിലെത്തി ചെയ്യുന്നതിന് 30 രൂപയാണ് ഇപ്പോൾ ചാർജ് വരുന്നത്. വീടുകളിലെത്തി ചെയ്യുന്നതിന് 100-150 രൂപ വരും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെ പെൻഷൻ മുടങ്ങിയിരുന്നു. അങ്ങനെ ഉള്ള ആളുകൾ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് സമർപ്പിച്ചാൽ പോലും ഈ ഓണപ്പെൻഷൻ അവർക്ക് ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനിയിപ്പോൾ പെൻഷൻ വിതരണം പൂർണ്ണമായിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനത്ത് ഇപ്പോൾ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ 26 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് ബാങ്ക് അക്കൗണ്ടിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 30 ലക്ഷത്തോളം ആളുകൾ വീണ്ടും പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കുകയും സേവനയിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചേർക്കുകയും വേണ്ടി വരും. അപ്പോൾ അത് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അപ്പോൾ പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 30 ലക്ഷത്തോളം അക്കൗണ്ട് സർക്കാർ എടുക്കാൻ പറയുന്ന സമയത്ത് തിരക്കുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ദേശസാൽകൃത ബാങ്കിൽ പോയിട്ട് SBIയിലോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിലോ HDFCയിലോ ഏതിലാണ് നിങ്ങൾക്ക് സൗകര്യം വെച്ചാൽ ആ ഒരു ബാങ്കിൽ പോയിട്ട് നിങ്ങളൊരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അതിലും ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതാണ്. ഇനി മറ്റൊന്ന്, കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ പെൻഷൻ എത്തിച്ചു നൽകും എന്ന് പറയുന്നു. പക്ഷേ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ കയ്യിലല്ല ഇനി കിടപ്പ് രോഗികൾക്കാണ് എങ്കിൽ പോലും വീടുകളിലേക്ക് പെൻഷൻ എത്തുക. അത് പോസ്റ്റ്മാൻമാരാണ് വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ച് നൽകുക. നിലവിൽ അത് പെട്ടെന്നൊരു മാറ്റമല്ല. ഈ വരുന്ന മാസത്തെ പെൻഷനൊക്കെ കയ്യിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ് ലഭിക്കുക. ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയും. അപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യും. ആ സമയത്ത് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറയുന്ന സമയത്ത് എടുക്കുകയും സേവനയിൽ അത് അപ്ലോഡ് ചെയ്യാൻ പറയുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുകയും വേണ്ടി വരും എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും ലഭിക്കുമോ, ഓണത്തിന് ലഭിക്കുമോ എന്നൊക്കെ നിരവധി പേര് കമന്റിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ, പ്രവാസി പെൻഷൻ, ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിനെ കുറിച്ചും ചോദിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് വീണ്ടും നൽകാൻ വേണ്ടി ഈ സർക്കാരും തീരുമാനിച്ചിരിക്കുകയാണ്. അത് തുറന്നും ലഭിക്കുന്നതാണ്. പക്ഷേ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ ഒരു പുതിയ തീരുമാനം ആയിട്ടില്ല. കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ പുനരാരംഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഓണത്തിന് സ്ത്രീ സുരക്ഷാ പെൻഷൻ ആർക്കും ലഭിക്കില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 2 മാസത്തേക്ക് കിട്ടും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കൃത്യമായിട്ടുള്ള അറിയിപ്പ് അതിലെ ഉദ്യോഗസ്ഥർക്ക് പോലും നൽകാൻ കഴിയുന്നില്ല. കാരണം അവരെല്ലാം താൽക്കാലിക ജീവനക്കാരാണ്. അവർക്ക് ഫണ്ട് എത്തിയാൽ അവർ വിതരണം ചെയ്യും എന്നുള്ളത് മാത്രമേ അവർ പറയുന്നുള്ളൂ. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ ഇപ്പോൾ 1000 നിന്നും 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഓണത്തിന് മുമ്പ് കുറച്ച് വിതരണം ചെയ്യും എന്നുള്ളതാണ്. പ്രവാസി പെൻഷനും കുടിശ്ശിക തീർത്ത് ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്. അപ്പം സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ അത് കാത്തിരിക്കേണ്ടി വരും, പെട്ടെന്ന് കിട്ടില്ല എന്നുള്ളതാണ്. ഇത് 4മായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും ബൈ.